അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 10ാം ദിനം പുരോഗമിക്കുകയാണ്. അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സ് എത്തിയിട്ടുണ്ട്. ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച നാവികസേനാംഗങ്ങൾ സ്ഥലത്ത് തെരച്ചിൽ ആരംഭിച്ചു. ലോറിയുടെ സ്ഥാനവും കിടപ്പും മനസ്സിലാക്കുന്നതിന് ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. അങ്കോലയിൽ നിന്ന് സുനിൽ ഐസക്കും ഷഫീഖ് നസറുള്ളയും ചേരുന്നുണ്ട്. അറിയില്ല, എൻ്റെ അറിവിൽ 3-4 കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളതാണോ അവരതാണോ എന്നുള്ളത്, വേറെ ആരതോ ആണോ എന്നുള്ളത് പോലീസുകാരാണ് പറയുന്നത്. പോയെന്ന് കിട്ടിയാന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യമുള്ള കേസും പടി ആയതുകൊണ്ട് ഇപ്പോൾ അവരെന്നെ പോലീസുകാരാണ്, കർണാടക പോലീസാണ് ഇതിൻ്റെ മറുപടി നൽകുന്നത്. ആർക്കാണ് കിട്ടിയത്? ഇത് അവിടെയുള്ള മീൻ പിടിക്കുന്ന ആർക്കാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. സ്ഥിരീകരണം പോലീസുകാരാണ് സ്ഥിരീകരിക്കേണ്ടത്. അവരെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. എത്ര കഷ്ണം? ഒരു 4 to 5 പീസ് ഉണ്ടാവും. പല ഇടങ്ങളിലായിട്ടാണ് അവർ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് കഷ്ണം എത്ര ഉണ്ട് എന്നുള്ള ഓർമ്മയില്ല. എന്തായാലും ഒരു 3-4 കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അത് ഞങ്ങൾ തന്നെ ആണോ എന്നുള്ളത് പോലീസുകാർ എന്തായാലും അവരാണ് കൺഫേം ചെയ്ത് പറയേണ്ടത്. ഞാൻ പോയി കണ്ട അന്നേരം വൈകുന്നേരം. അതിൻ്റെ മുകളിൽ ഒരു P1 എന്നുള്ളതായിട്ട് ഞാൻ കണ്ടു. ഞാനതിപ്പോൾ ബാക്കി മീഡിയകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. P1 എന്നുള്ള ഒരു മാർക്കിംഗ് ഉണ്ട്. അതൊരു പ്രത്യേക മാർക്കിംഗ് ഒന്നല്ല. അവിടെ ജസ്റ്റ് റോഡിൻ്റെ ഫോട്ടോ അയച്ചു തന്നതിൽ ഒരു P1 എന്നുള്ള മാർക്കിംഗ് ഉണ്ട്. ജസ്റ്റ് അതേ ഉള്ളൂ. ഈ മരം ഏതിൻ്റെയാണ്? അത്തിശമരം തന്നെയാണെന്നോ തിരിച്ചറിഞ്ഞു? ഏത് അവിടെ ഉള്ളതോ? അവിടെ ഉള്ള മരത്തിന് തോലില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഏത് മരം എന്നുള്ളത്. ഓക്കെ. അർജുന്റെ സഹോദരി ഭർത്താവ് ജീതിനാണ് ഇപ്പോൾ സംസാരിച്ചത്. വിവരങ്ങൾ നൽകാൻ ഷഫീഖ് നസറുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, തെരച്ചിൽ എന്തായി? സോറി ഇവര് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പോയി ഇന്നലെ വൈകുന്നേരം കണ്ടെന്ന് പറഞ്ഞു. അത്ര തന്നെ ഉള്ളൂ. എന്താണ് അവിടെ കണ്ടെന്ന് പറയുന്നത്? അവിടെ ഒരു 3-4 കഷ്ണം ഇത് ഞങ്ങൾ കയറ്റിയമായിരുത്ത മരത്തിന്റെ പീസസ് കണ്ട്. അത് ഇനി പോലീസാണ്, അത് ഞങ്ങളതാണോ അല്ലേ എന്നുള്ളത് കർണാടക പോലീസാണ്. നിങ്ങൾ കണ്ടപ്പോൾ അത് ഏകദേശം നിങ്ങളുടെ മരം പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തോന്നുന്നുണ്ട്. പക്ഷെ അത് കൺഫേം ആണോ എന്നുള്ളത് അവരെന്നാണ് പറയുന്നത്. അത് ഏത് സ്ഥലം കേന്ദ്രീകരിച്ചായിട്ടുള്ളത്? ആ സ്ഥലം എനിക്ക് അതിന്റെ യഥാർത്ഥ സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല. കാരണം 2-3 ആളുകൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അങ്ങനെ കാറിൽ വരും നിങ്ങളെ പീസാണോ എന്നുള്ള സംശയം ഉണ്ട് എന്നിട്ട് കാണിപ്പിച്ചാണ്. അത്രേ ഉള്ളൂ. ഏകദേശം ഒരു സംശയമുണ്ട്. അത് പോലീസാണ് സ്ഥിരീകരിക്കേണ്ടത്. കർണാടക പോലീസാണ് സ്ഥിരീകരിക്കേണ്ടത്. ഷഫീഖ്, ജിതിൻ എന്താണ് പറയുന്നത്? വാഹനത്തിൻ്റെ ഉടമയുടെ അനുജൻ മുബീനാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അവരുടെ വാഹനത്തിലുണ്ടായിരുന്ന തടിക്കഷ്ണത്തിന് സമാനമായ 2-3 കഷ്ണം തടി ഉണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശം പോയി സന്ദർശിച്ചു. ആ സന്ദർശിച്ചതിന് ശേഷപ്പോൾ അവരുടേതാണ് എന്ന് സംശയിക്കാവുന്ന 2-3 തടിക്കഷ്ണങ്ങൾ കണ്ടിട്ടുണ്ട്. അക്കാര്യം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പോലീസാണ് ആ കാര്യം സ്ഥിരീകരിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ മുബീൻ നമ്മോട് പറഞ്ഞത്. പല ഭാഗങ്ങളിലും ഈ തടി ഇങ്ങനെ ഒഴുകിപ്പോയിരുന്നു. നേരത്തെ തന്നെ ഈ തടി ഒഴുകിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം കാണിച്ചിരുന്നു. നമ്മൾ അത് പുറത്തുവിട്ടിരുന്നു. ഈ തടി മനാഫിൻ്റെ ലോറി, അതായത് അർജുൻ ഓടിച്ചു വന്നിരുന്ന ലോറി തടി ലോറിയാണ്. ആ തടി ലോറിയിലുണ്ടായിരുന്ന മരക്കഷ്ണങ്ങൾ ഒഴുകിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ ആ മരക്കഷ്ണങ്ങൾ ചില ഭാഗങ്ങളിലുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുബീൻ ആ ഭാഗത്ത് പോയി പരിശോധന നടത്തിയത്. അത് തങ്ങളുടെ ലോറിയിലുണ്ടായിരുന്ന തടിയാവാം എന്നൊരു സംശയമുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. പോലീസിന് ആ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മുബീൻ നമ്മളോട് പങ്കുവച്ചത്.
യെസ് ഷഫീഖ്, ഇപ്പോൾ തെരച്ചിൽ ഏത് വിധത്തിലാണ്, ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ആരാണ് നേതൃത്വം നൽകുന്നത്? ഏറ്റവും പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത് ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ അത്യാധുനിക സംവിധാനമുള്ള റഡാർ സംവിധാനത്തിൽ അതിൻ്റെ ഐബോർഡ് നിരീക്ഷണോപകരണം ഡ്രോൺ മാതൃകയിലുള്ള അത്യാധുനിക നിരീക്ഷണോപകരണം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നിന്ന് സിഗ്നൽ ലഭിച്ചെങ്കിൽ മാത്രമേ ഇനി മറ്റു പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയുള്ളൂ. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെയുണ്ട്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഏറ്റവും വലിയ 2 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഉള്ളത്. അത് ഈ എക്സാക്ട് ലൊക്കേഷൻ നേരത്തെ MLA നമ്മളോട് സൂചിപ്പിച്ചത്, ആ പ്രദേശം സന്ദർശിച്ചതിന് ശേഷം ആ ഭാഗത്ത് എന്തൊക്കെ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് പരിശോധിച്ച് വന്നതിന് ശേഷം നമ്മളോട് പ്രതികരിച്ചത്. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ഈ ഐബോർഡ് നിരീക്ഷണോപകരണം, അത്യാധുനിക സംവിധാനമുള്ള നിരീക്ഷണോപകരണം, ഡ്രോൺ മാതൃകയിലുള്ള നിരീക്ഷണോപകരണം ഉള്ള ഒരു നിരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു സിഗ്നൽ ലഭിച്ചാൽ, അവിടെ നിന്ന് വിവരം ലഭിച്ചാൽ ആ വിവരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തുക എന്നതാണ് അതിൻ്റെ ആദ്യത്തെ ചുമതല. എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വാഹനത്തെ കണ്ടെത്തുക എന്നതാണ്. ആ വാഹനത്തിനകത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നത് കണ്ടെത്തുകയാണ്. അതിൻ്റെ രൂപം എങ്ങനെയാണ് അത് കിടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള കൃത്യമായ ഒരു പരിശോധന ഇപ്പോൾ ഐബോർഡ് യന്ത്രം ഉപയോഗിച്ച് ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം അവിടെ പരിശോധിക്കുന്നു. കരയിലാണ് അതിൻ്റെ മോണിറ്ററിംഗ് കൺട്രോൾ റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. പുഴയുടെ മുകളിലൂടെ ഡ്രോൺ പറന്നാണ് അത് പരിശോധന നടത്തുന്നത്. ഈ കരയിൽ ഒരുക്കിയിട്ടുള്ള കൺട്രോൾ റൂമിൽ മോണിറ്റർ സംവിധാനത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ ലഭിക്കും. ഓരോ സിഗ്നലുകളും പരിശോധിച്ച് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ആ സിഗ്നൽ കൃത്യമായി ലഭിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് മണ്ണെടുക്കാനുള്ള സജ്ജീകരണത്തോടു കൂടിയാണ് വലിയ 2 യന്ത്രക്കൈകളുള്ള 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കും. അതോടൊപ്പം തന്നെ ഈ നേരത്തെ MLA ആ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞ എക്സാക്ട് ലൊക്കേഷൻ, കൃത്യമായി ആ വാഹനം കിടക്കുന്ന സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് മുങ്ങൽ വിദഗ്ധർ, അതിവിദഗ്ധരായ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ മുങ്ങി അവിടെ പരിശോധന നടത്തുകയും ആ വാഹനത്തിനകത്ത്, ആ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തുകയും ചെയ്യും. അതിനുശേഷമാവും മറ്റു നടപടിയിലേക്ക് കടക്കുക.